കായംകുളം നഗരസഭയിലെ പുതിയ UDF ഭരണസമിതി തങ്ങളുടെ ആദ്യ ബജറ്റിന്റെ അവതരണവും ചർച്ചയും 28-ാം തീയതി ഒരു ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചത് പ്രതിഷേധാർഹമാണെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി. അവതരണവും ചർച്ചയും സാധാരണ ഒരു ദിവസം നടത്താറില്ല. ബജറ്റ് വായിച്ച് പഠിക്കാനോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ കൗൺസിലർമാർക്ക് സമയം ലഭിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കെടുകാര്യസ്ഥത മൂലം 395 ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുകയാണെന്നും പറഞ്ഞു. കായംകുളം നഗരസഭയിൽ UDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് 28-ാം തീയതി തന്നെ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാനുള്ള ഭരണ നേതൃത്വത്തിന്റെ നീക്കം പ്രതിഷേധാർഹമാണെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കായംകുളം നഗരസഭയുടെ പുതിയ ബഡ്ജറ്റ് 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി നഗരസഭാ കൗൺസിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ദിവസമാണ് അതിൻ്റെ ചർച്ച സാധാരണ നിലയിൽ നടത്താറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ബഡ്ജറ്റ് അവതരണവും ചർച്ചയും ഒരു ദിവസം തന്നെയാണ് പുതിയ ഭരണസമിതി സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഭരണസമിതി ആവുമ്പോൾ വികസനപരമായ കാഴ്ചപ്പാടും കായംകുളം പട്ടണത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം ഈ ബഡ്ജറ്റിൽ ജനപ്രതിനിധികൾക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് അവസരം കൊടുക്കാതെ വളരെ സങ്കുചിതമായ മനോഭാവത്തോടുകൂടി ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് UDF ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ പ്രഥമ ദൃഷ്ടാന്തമാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. 395 ഫയലുകൾ അവിടെ തീർപ്പാകാതെ കിടക്കുകയാണ്. അതിൽ വീട് മെയിൻ്റനൻസിൻ്റെയും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെയും അതുപോലെ പുതിയ പദ്ധതികൾ ആ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് കൃത്യസമയത്ത് തന്നെ കൗൺസിലർമാർ എടുത്ത് നൽകിയാൽ അത് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് AS-ഉം TS-ഉം ലഭ്യമാകാതെ അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. UDF ഭരണ നേതൃത്വം ഇപ്പോൾ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പണപ്പിരിവിന് വേണ്ടി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് അനധികൃത നിർമ്മാണത്തിൻ്റെ ഫയലുകൾ എടുത്ത് പണപ്പിരിവ് നടത്തുകയാണ്. ആ ശുഷ്കാന്തി ഈ വികസന കാര്യത്തിലും കായംകുളം പട്ടണത്തിൻ്റെ പൊതുകാര്യത്തിലും ഉണ്ടാകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. സാധാരണ നിലയിൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൗൺസിൽ അംഗങ്ങൾക്ക് നൽകി പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഫലപ്രദമായി ചർച്ചയിൽ പങ്കെടുക്കാനും നിർദ്ദേശങ്ങൾ നൽകുവാനുമുള്ള അവസരമാണ് പുതിയ നീക്കത്തിലൂടെ UDF ഭരണസമിതി നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ കേശുനാഥ് പറഞ്ഞു. ഭരണസമിതിയുടെ പ്രഥമ ബജറ്റിനോട് ഭരണപക്ഷം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളം നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കെടുകാര്യസ്ഥത മൂലം 395 ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുകയാണ്. സാധാരണക്കാരുടെ ലൈഫ് പദ്ധതിയും വീട് അറ്റകുറ്റപ്പണിയും പുതിയ പദ്ധതികളുടെ എസ്റ്റിമേറ്റുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൗൺസിലർമാർ മുൻകൈയെടുത്ത് പദ്ധതികളുടെ എസ്റ്റിമേറ്റ് എടുത്തു നൽകിയാലും അതിന് സാങ്കേതിക അനുമതിയോ ഭരണാനുമതിയോ നൽകി ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. മാർച്ച് മാസം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പദ്ധതികളെല്ലാം അവതാളത്തിലാകുന്ന സ്ഥിതിയാണ്. എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും അനധികൃത നിർമ്മാണത്തിന്റെ ഫയലുകൾ എടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്കുള്ള ഫണ്ട് ശേഖരിക്കാൻ UDF നേതാക്കൾ കാണിക്കുന്ന ശുഷ്കാന്തി എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കാര്യക്ഷമമാക്കാൻ കൂടി ഉണ്ടാകണമെന്നും LDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. കേശുനാഥിനെ കൂടാതെ മിനി സലീം, നസീർ, അബ്ദുൽ വാഹിദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.